മുഴുവനും പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെന്നും വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല എന്നുമുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫെയ്ത്ത് എന്താണ്? വിശ്വാസം എന്താണ്? നമ്മളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ കിട്ടുന്നതിനായിട്ടുള്ള വിശ്വാസമല്ലേ. പക്ഷേ അതും വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതും മാത്രമായിട്ട് നമ്മുടെ വിശ്വാസം ഒതുങ്ങി പോകുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ മാത്രമേ ലോകത്ത് നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ഒരു കാര്യവും നടക്കത്തില്ല അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആദ്യമായിട്ട് അവൻ്റെ രാജ്യവും നീതിയും ഒക്കെ അന്വേഷിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ദൈവം നമുക്ക് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും പക്ഷെ അതത് പ്രാവർത്തികമാക്കാൻ നമ്മൾ മിക്കവാറും തന്നെ മുതിരാറില്ല. മിക്കവാറും നമ്മളുടെ കൂട്ടത്തിലുള്ളവർ അല്ലെ, എല്ലാവരും അങ്ങനെയാന്ന് പറയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വർക്ക്, ദൈവത്തിന്റെ കിങ്ഡം ലോകത്തിലേക്ക് വരണമെങ്കിൽ അതിനേക്കാളൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ഫെയ്ത്തിനേക്കാളും വേറെ ഒരു ഫെയ്ത്ത് ലെവലിലുള്ള ഒരു ഫെയ്ത്ത് നമുക്ക് ആവശ്യം അല്ലെ. യേശുവിനായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫെയ്ത്ത്. എൻ്റെ ജീവിതം അല്ല കാര്യം, ദൈവമേ അങ്ങയുടെ താല്പര്യം ഈ ലോകത്ത് കൊണ്ട്, അതാണ് എൻ്റെ ഉദ്ദേശം, അതാണ് എൻ്റെ ഇഷ്ടം. അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലെവലിലുള്ള ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അല്ലെ ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ കിങ്ഡം കൊണ്ടുവരാൻ സാധിക്കും. ദൈവത്തിന്റെ കിങ്ഡം അങ്ങനെ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം എസ്റ്റാബ്ലിഷ്ഡ് ആയിത്തീരും അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട്, അങ്ങയുടെ കരുണയ്ക്കായിട്ട് കർത്താവ്, ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവിനോട്. അങ്ങനെയൊക്കെയായിട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ കർത്താവിനോട്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇനി അങ്ങനെ ആകാതിരിക്കട്ടെ. ഈ നിമിഷം തൊട്ട് കർത്താവിനോട് അങ്ങനെയൊക്കെയായിട്ട് ജീവിക്കാൻ, ഞങ്ങളുടെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവ്, ഈ ലോകം മൊത്തം ഡാർക്ക്നെസ്സിലാണ്. ഞങ്ങളെപ്പോലുള്ള ലൈറ്റ് ആയെങ്കിൽ മാത്രമേ ലോകത്തിന് ഡാർക്ക്നെസ് മാറിപ്പോകത്തുള്ളൂ. അപ്പൊ അങ്ങേക്ക് വേണ്ടി നിൽക്കാനുള്ള ജീവിതം അതായിരിക്കട്ടെ കർത്താവ്. ഞങ്ങളുടെ യേശുനാമത്തിന്മേ കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുനാമത്തിനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുക. എബ്രായറിന്റെ 11ലേക്ക് പോകാം. എബ്രായറിന്റെ 11 എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാപ്റ്ററാണ്. വളരെ അതിമനോഹരമായിരിക്കുന്ന ചാപ്റ്റർ. എല്ലാ ചാപ്റ്ററുകളും ബൈബിളിൽ അതിമനോഹരങ്ങളാണ്. പക്ഷെ ചില ചാപ്റ്ററുകൾ നമ്മുടെ ഫേവറേറ്റ് ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാപ്റ്റർ വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് ഒരു വ്യക്തിനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അല്ലെ. ഏതൊരു വ്യക്തിയും ഇത് വായിക്കുമ്പോൾ അവരെങ്ങനെയായി തീരണം. ഞാനിങ്ങനെ പറയാം, ബൈബിൾ മൊത്തം അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഫേവർ ആയിട്ടുള്ള ചാപ്റ്ററിനെ പറ്റി ഞാൻ പറയുവാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ അല്ലെ, അവര് ലോകത്തിൽ അവർ പലതിനും വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ പ്രാർത്ഥന പക്ഷെ ഏത് തരത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു, എങ്ങനെ ദൈവം അത് വളരെയധികം എന്താ പറയാ പ്ലീസ്ഡ് ആയിരുന്നു അവരിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം പ്രസാദിച്ചിരുന്നു അവരുടെ ആ പ്രാർത്ഥന, അവരുടെ വിശ്വാസവും ഒക്കെ അല്ലെ. എല്ലാവരുടെയും വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോ, വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന മാത്രമല്ലല്ലോ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്റർ കാണിക്കുന്ന വേറൊരു കാര്യം കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷൻ ആണ് അല്ലെ. എന്ന് വെച്ചാൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം യാക്കോബിൽ ജെയിംസ് അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ജെയിംസും പറയുന്നത് ഇത് കാര്യം തന്നെയാ. വിശ്വാസം ഉണ്ടെങ്കിൽ വെറുതെ ആക്ഷൻ ഇല്ലാത്ത വിശ്വാസം എന്ന് വെച്ചാൽ, ഡീഡ്സ് ഇല്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഒന്നിനും കൊള്ളാത്ത വിശ്വാസം. നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ, ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയാക്കി കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ പ്രവൃത്തിയിൽ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഈ ചാപ്റ്റർ അതുപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 1-2 വാക്ക് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പൊ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുക വിശ്വാസം കൊണ്ട് അല്ലെ. 6ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പൊ വിശ്വാസം കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ പ്രസാദിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസം എന്താണ് അല്ലെ. അപ്പൊ ഞാന് ഇതേ ചാപ്റ്ററിന് തന്നെ 24 തൊട്ട് 27 വരെയുള്ള വാക്കുകളോടൊന്ന് വായിക്കുവാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോൾ അതിന്റെ എല്ലാം പൊതുവായിട്ടുള്ള തീം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ മോസസിന്റെ ജീവിതത്തിൽ നിന്നൊന്ന് വായിക്കാം. 24 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാവത്തിന്റെ തൽക്കാല
ത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനു നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോ പാപത്തിന്റെ താൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു അല്ലെ. അപ്പൊ നമുക്കറിയാം മോസസ് ഈ ഫറവോന്റെ മകളായി തീർന്നത് അത് മകളല്ല, ഫറവോന്റെ മകളുടെ മകനായി തീർന്നത് അത് മോസസിന്റെ ഇഷ്ടത്തിന് പ്രകാരം നടന്ന കാര്യമല്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് മോസസ് ഇസ്രായേൽപ്പെട്ട ആളാണ് അല്ലെ. പക്ഷെ എന്നാലും ദൈവം നമ്മളെ മുന്നമേ കണ്ടവനാണ് അല്ലെ. നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ മുമ്പ്, അങ്ങനെ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്തതാണ് അല്ലെ. നമ്മള് ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ അല്ലെ. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ അമ്മയുടെ അല്ലെ ഉദരത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു വീണ സമയത്ത് തന്നെ നമ്മൾ ദൈവത്തിനായിട്ട് നമ്മൾ മാറ്റിവെച്ചതാണ്. അപ്പൊ മോസസ് ആരായി തീരുമെന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ ദൈവത്തിന്റെ ഒരു പവർ ഒന്ന് നോക്കിക്കണം. ഫറവോൻ കുശുമ്പും കുന്നായ്മയും കാരണം അസൂയ മൂത്തിട്ട് അല്ലെ, പേടി കാരണം ഇസ്രായേൽ എല്ലാം കൂടെ ഇനി എന്തെങ്കിലും യുദ്ധം വന്നു കഴിഞ്ഞാൽ ഫറവോന് എതിരായിട്ട് നിൽക്കുമെന്നുള്ള പേടി കാരണം അല്ലെ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഫറവോന്റെ ഉള്ളിന്റെ അകത്ത് അല്ലെ. അപ്പോ കാര്യം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പേടിയൊക്കെ വരുമ്പോൾ വെറുതെ ഒരു പേടിന്റെ പുറത്ത് വരുന്നതിന്റെ കാര്യമൊന്നുമല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിശാചിന് കാര്യങ്ങൾ അറിയാം അല്ലെ. പിശാചിന് ആരാണ് മെസ്സയായിട്ട് വരാൻ പോകുന്ന അർത്ഥം ലോകത്തിന്റെ മെസ്സയായിട്ട് ഒരാൾ വരും എന്നുള്ള കാര്യം അറിയാം അല്ലെ. നമുക്കറിയാം ജനസീസ് തൊട്ട് ദൈവം അതിനെപ്പറ്റി പറഞ്ഞതാണ്. അപ്പൊ എന്താ പറയുക, സ്വർഗത്തില് ദൈവത്തിന്റെ പ്ലാൻ ഇടുന്നതിനെ പറ്റി പിശാചിന് അറിയാം അല്ലെ. പക്ഷെ ദൈവത്തിന്റെ എന്താ പറയാ ആ വിസ്റ്റത്തില് മിസ്റ്ററി, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള മിസ്റ്ററി അല്ല. അപ്പൊ നമ്മള് എന്താ പറയുക, പോള് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ഹോപ്പ് ഓഫ് ഗ്ലോ എന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് ആണ് മിസ്റ്ററിയാണ്. അത് എന്താ പറയുക, ദൈവം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടൈം ആയി കഴിഞ്ഞപ്പോഴേക്കും ദൈവം അത് റിവീൽ ചെയ്യാണ് അല്ലെ. ദൈവം നമ്മൾക്ക് റിവീൽ ചെയ്തിരുന്നു, യേശു എന്നുള്ള ഞാൻ മിസ്റ്ററി നമുക്ക് റിവീൽ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജെന്റൈൽസും കൂടെ ആഡ് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം അല്ലെ. ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും എന്നുള്ള മിസ്റ്ററി ദൈവം ഇങ്ങനെ റിവീൽ ചെയ്ത് തന്നിരിക്കണം നമ്മൾക്ക്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സേറ്റൻ അറിയാമല്ലോ, ആരോ വരുന്നു അല്ലെ, രക്ഷകനായിട്ട് വരുന്നു അല്ലെ എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് ഫസ്റ്റ് ബോൺസിനെ അല്ലെ എല്ലാം ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെ കൊല്ലാനായിട്ട് പിശാച് പ്ലാൻ ഇടുന്നു അല്ലെ. ഫറോ വഴി ചെയ്യുന്നു. പിന്നെ അത് ഹെറോദ് വഴിയും പിന്നെ നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റിന്റെ സമയത്തും അത് തന്നെ ചെയ്യുന്നു. ഹെറോദ് ദൈവത്തിന്റെ പ്ലാനിന്റെ പദ്ധതിക്ക് മുമ്പിൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ മോസസ് എന്ന് പറഞ്ഞാല് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷകനാണ് അല്ലെ. ദ സേവിയർ അല്ല, ജീസസ് ക്രൈസ്റ്റ് അല്ല. പക്ഷെ ജീസസിനെ പോലെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന രക്ഷകന്മാർ, ഇപ്പം ജോസഫ് ഒരു രക്ഷകനായിരുന്നു അല്ലെ. എന്താ പറയാ, ഫാമിന്റെ സമയത്ത് ആ വലിയ വരൾച്ചന്റെ സമയത്ത് ദൈവം ഉപയോഗിച്ചു ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ അത് കാണിച്ചത് ജോസഫ് വഴി ദൈവം കാണിച്ച ഒരു രക്ഷകൻ വരുന്നു എന്നതിനെ പറ്റിയാണ് അല്ലെ. അതുപോലെ തന്നെ മോസസ് വഴി ദൈവം കാണിച്ച രക്ഷകൻ വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അല്ലെ. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഷാഡോ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്ഷകൻ വരുന്നു എന്നുള്ള കാര്യം പിശാചിന് അറിയാം എന്നുള്ളതുകൊണ്ട് ഫറവോ വഴി ആ രക്ഷനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് ബോൺസിനെ എല്ലാം നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി ഫറവോ ആ പ്ലാൻ എടുത്ത്, ഫറവോന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ ദുരാത്മാവാണ്, പിശാചിന്റെ ആത്മാവാണല്ലോ. എങ്ങനെയാന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ഒരു പവർ നോക്കിക്കണം. ഫറവോനെ കൊല്ലാനുള്ള ആള്
മോസസ് വഴിയാണല്ലോ ദൈവം ഫറവോനെ കൊല്ലിച്ചത്. എന്ന് വെച്ചാൽ മോസസ് കൊന്നെന്നല്ല, മോസസിനെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഫറവോനെ നശിപ്പിച്ചു കളഞ്ഞത്. അവന്റെ ദുഷ്ടപ്രജകളെ നശിപ്പിച്ചു കളഞ്ഞത്. അതേ അതേ എന്താ പറയാ, ഫറവോനെ കൊല്ലാനുള്ള ആളെയും കൂടെ ഫറവോന്റെ ചെലവിൽ ദൈവം വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അവന്റെ എന്താ പറയാ കിങ്ഡത്തില് ഇങ്ങനെ എന്താ പറയുന്നത്, ഫറവോന്റെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഫറവോന്റെ എന്താ പറയാ ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ എന്താ ചെയ്തോണ്ട് വന്നു വെച്ച് കഴിഞ്ഞാല്, മോസസിനെ അവിടെ തന്നെ അതേ പാലസിൽ തന്നെ ദൈവം എന്താ പറയാ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു അല്ലെ. അപ്പൊ മോസസിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോസസിന്റെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വർക്ക് വളരെയധികം എന്താ പറയാ ടീഡിയസ് ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിചാരിച്ചു ഓക്കെ മോസസിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ മോസസ് ഒരാളെ കൊന്നിട്ട് ഓടി ജത്രോന്റെ അടുത്തേക്ക് പോകുന്നതും അമ്മായിപ്പൻ എന്താ പറയാ ജത്രോന്റെ അടുത്തേക്ക് ഓടി പോകുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്നെങ്കിൽ പോലും ഓടി മിഡിലേക്ക് പോകുന്നതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതി പ്രകാരമുണ്ട്. കൊന്നത് പദ്ധതി പ്രകാരം എന്നല്ല പറഞ്ഞത്. പക്ഷെ അവിടെ പോയി തനിക്ക് കിട്ടിയ ഒരു ട്രെയിനിങ് അല്ലെ, ആ വിൽഡർനെസ്സിൽ കൂടെ മരുഭൂമിയിൽ കൂടെ എല്ലാം ആടിനെ മേയിച്ചു നടന്ന് മരുഭൂമിയെ പറ്റി ഒരു ഐഡിയ മോസസിന് കിട്ടിയത് അല്ലെ. ഈജിപ്തിൽ വെച്ച് എന്താ പറയാ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് ആയിട്ടുള്ള ട്രെയിനിങ് ദൈവം കൊടുക്കുന്നു. മരുഭൂമിയിൽ കൂടെ മോസസിനെ ഇങ്ങനെ 40 വർഷം ഇങ്ങനെ ഒന്ന് നടത്തിക്കൊണ്ട് മരുഭൂമിനെ പറ്റി, മരുഭൂമിന്റെ എന്താ പറയുക ലാൻഡ്സ്കേപ്പ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് ദൈവം മോസസിന് കൊടുക്കുന്നു. കാരണം വെച്ചാൽ മോസസ് ഇസ്രായേൽ മക്കളെ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരേണ്ടതാണ് അല്ലെ. അപ്പോ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മള് മോസസിന് ലോകപരമായിട്ടുള്ള എല്ലാ നന്മകളും ദൈവമായിട്ട് തന്നെ കൊടുത്തതാണ് അല്ലെ. ഫറവോന്റെ എന്താ പറയുന്ന പാലസിൽ വെച്ച് ദൈവമായിട്ട് തന്നെ കൊടുത്തതാണ്. പക്ഷേ മോസസ് ഒരു തനിക്ക് കിട്ടിയ ഒരു നന്മയെ മുറുകെ പിടിക്കാതെ അല്ലെ, അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി, എനിക്കിത് വേണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മളാണെങ്കിൽ മിക്കവാറും നമ്മളിൽ ഉള്ള ആൾക്കാര് ഇങ്ങനെ വിചാരിക്കും, ശരിയാണ് എന്താ പറയുക ഇസ്രായേൽ മക്കൾ വളരെയധികം കഷ്ടപ്പെടുക ചെയ്യുന്നത്, ഈജിപ്ത് കണ്ട് അവര് കഷ്ടപ്പെടുന്നു, അവര് ബ്രിക്കുണ്ടാക്കുന്നു അല്ലെ, അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ ദൈവം എന്നോട് കാണിച്ച ഒരു കരുണയൊന്ന് വിചാരിച്ചു. മോസസിന് ഇങ്ങനെ വേണമെങ്കിൽ വിചാരിക്കായിരുന്നു, എന്നോട് കാണിച്ച ഒരു കരുണയൊന്ന് വിചാരിച്ചു അല്ലെ. അവരെല്ലാം കഷ്ടപ്പെടുന്നത്, അവർ അടികൊള്ളുന്നു, തൊഴി കൊള്ളുന്നു, അടിമകളായിരിക്കും, നല്ല ജീവിതമില്ല. പക്ഷെ എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹം ഒന്ന് ഓർപ്പിക്കും. ഞാൻ ഇവിടെ ഫറവോന്റെ മകളുടെ മകനായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് സകല വിധത്തിലുള്ള നന്മകളും ദൈവം തന്നിരിക്കുക. നമ്മള് ആണെങ്കിൽ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയൊരു എന്താ പറയാ പദ്ധതിയെന്നല്ല, വലിയൊരു അനുഗ്രഹമാണ് അല്ലെ. മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് കഷ്ടപ്പാടില്ലാതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഞാൻ ഇവിടെ എന്താ പറയാ ഈ പാലസിന്റെ അകത്ത് ചിലപ്പോ എങ്ങാനും ഫറവോ എന്നെ പിടിച്ച് ഫറവോനാക്കിയ ഇനി അടുത്ത ഫറവോനാക്കാനും ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് നല്ലത്. അങ്ങനെ അല്ലെ നമുക്കൊന്ന് തോന്നാൻ വയ്യാഴികയല്ലല്ലോ, ആരെങ്കിലുമൊക്കെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യല്ലോ. പക്ഷെ മോസസിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല. മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ മോസസിന്റെ വിശ്വാസം ഇതായിരുന്നു. ഇപ്പൊ ജോസഫ് കോഴിയൊക്കെ അവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ പറയാ ഇസ്രായേൽ മക്കൾ ഒരു സമയത്ത് പോകും അല്ലെ, ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് പോയേ പറ്റത്തുള്ളൂ. അവർക്ക് അവരുടെ അവരുടെ പ്രോമിസ് ലാൻഡ് ആയിട്ടുള്ള കനാനിൽ അവർ എത്തിപ്പെട്ടേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ അതിനായിട്ട് ഒരു സേവിയർ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മോസസിന് തന്നെ അറിയാമായിരിക്കുമല്ലോ. മോസസ് വളരെയധികം എന്താ പറയാ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ അല്ലെ. അപ്പോ മോസസ് തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുക ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് മോസസ് എണ്ണി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ നിന്ന എന്തായിരുന്നു? ക്രോസ് ഓഫ് കാൽവരി അല്ലെ. അവിടെ ക്രോസിൽ എന്താ ഹാപ്പൻ ചെയ്തത്? നമ്മളുടെ എല്ലാവരുടെയും പാപം ഏറിക്കൊണ്ട് അല്ലെ, നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മൾക്ക് വേണ്ടി മരിക്കുകയോ ചെയ്തു. യേശു ക്രിസ്തു തെറ്റ് ചെയ്തിട്ടും കുറ്റം ചെയ്തിട്ടും അല്ല അവിടെ മരിച്ചത്, നമ്മൾക്ക് വേണ്ടി. അവൻ നമ്മൾക്ക് വേണ്ടി പാപമായി തീർന്നതാണ് അല്ലെ. നമ്മൾക്ക് വേണ്ടി അവൻ പാപ്പരായി തീർന്നപ്പോൾ നമ്മൾ റിച്ചായി തീരുക ചെയ്തത് അല്ലെ. ദൈവത്തിന്റെ റിച്ച്നെസ് നമുക്ക് കിട്ടണം വേണ്ടി അവൻ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി പാപമായി തീരുക
ചെയ്തത്, അല്ലെ? നമ്മൾക്ക് വേണ്ടി പൂറായി തീരുകയോ ചെയ്തത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ക്രോസ് കാണിക്കുന്നത് മരണത്തെയാണെങ്കിൽ, യേശുവിനെ നിന്ന എന്നുള്ള ക്രോസ് ആണെങ്കിൽ, ഇവിടെ മോസസ് ചെയ്തത് എന്നാ വെച്ചാൽ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ തന്റെ ക്രോസ് എടുത്തോണ്ട് നടക്കുകയോ ചെയ്തത്, അല്ലെ? എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, നമ്മുടെ ക്രോസ് എടുത്തോണ്ട് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്തു വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ ക്രൂസിഫൈ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ആഗ്രഹം നമ്മളുടെ നേട്ടങ്ങളും എല്ലാത്തിനും വേണ്ടെന്ന് വെക്കുക, അല്ലെ? പിന്നെ ദൈവത്തിന് എന്താണ് ഇഷ്ടം അത് വേണം എന്ന് വെക്കുക, ദൈവത്തിന് വേണ്ടി, അല്ലെ? അപ്പൊ അങ്ങനെ അതാണ് മോസസ് ഇവിടെ ചെയ്തിരിക്കുന്നത്, അല്ലെ? തനിക്കുള്ള നേട്ടങ്ങൾ, താൻ ഫറവോന്റെ കൊച്ചുമോനാന്നുള്ള കാര്യവും, ഈജിപ്തിൽ നിന്ന് 40 വർഷം നന്നായിട്ട് അറിവെല്ലാം കിട്ടി, ഇനിയിപ്പോ അടുത്ത ഹൈ പൊസിഷനിലേക്ക് പോകാനിരിക്കുന്ന ഒരാള്, എല്ലാം കൊണ്ട് നന്മയാണ്, മറ്റുള്ളവരെ പോലെ കഷ്ടപ്പാടില്ല, ബ്രിക്ക് ഉണ്ടാക്കേണ്ട ഒരു കഷ്ടപ്പാടില്ല, സ്ലേവ് അല്ല, അല്ല അങ്ങനെ അടിമയൊന്നുമല്ല, അങ്ങനെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള നന്മകളും ഉണ്ട്. ആ നന്മകളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന്റെ രാജ്യത്തിനായിട്ട്, ദൈവത്തിന്റെ രാജ്യം വരണം, ദൈവത്തിന്റെ നീതി നടപ്പാക്കണം, ദൈവത്തിന്റെ ഹിതം ഈ ലോകത്ത് നടപ്പാക്കണം, അല്ലെ? അതിന് പ്രാധാന്യം കൊടുത്തോണ്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് മോസസ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെ? അപ്പം ആ ഒരു മൈൻഡ് സെറ്റപ്പിലുള്ള വിശ്വാസമാണ് നമുക്കെങ്കിൽ. ഇവിടെ 27ാമത്തെ വാക്ക് പറയുക, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഇസ്രായേൽ വിട്ടുപോകുന്നു, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി, അല്ലെ? അദ്ദേഹത്തിന്റെ വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസത്താൽ ദൈവത്തിന്റെ ഹൃദയം കണ്ടു, വിശ്വാസത്താൽ ദൈവത്തിന് എന്താണ് താല്പര്യമെന്നും ദൈവത്തിന്റെ വർക്കാണ് മുഖ്യ പ്രാധാന്യമെന്നുമുള്ള ഒരു കാര്യം മനസ്സിലായി. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ തനിക്കുള്ളതെല്ലാം വേണ്ടെന്ന് വെക്കാൻ, അല്ലെ? തനിക്കുള്ളതിനെല്ലാം ഈ ലോകത്ത് നിന്ന് ഉള്ളതിനെ എല്ലാം തനിക്ക് വേണ്ടെന്ന് വെക്കാൻ ഒരു മനസ്സ് കാണിച്ച വ്യക്തിയായിരുന്നു മോസസ്, അല്ലെ? ഇങ്ങനെ പറഞ്ഞു, പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്തതാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ തീരുമാനമാണത്, അല്ലെ? ദൈവം അദ്ദേഹത്തെ കൊണ്ട് എന്താ പറയാ, ഇങ്ങനെ ഒരു മനസ്സുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്, അല്ലെ? അപ്പോ തനിക്ക് ഇതാണ് എന്റെ ജീവിതം എന്ന് മോസസ്, ആ കഷ്ടാനുഭവം ആണ് എനിക്ക് താല്പര്യമെന്ന്, അല്ലെ? യേശുക്രിസ്തുവിന്റെ ക്രോസ് ആണ് തനിക്ക് താല്പര്യമെന്ന് മോസസ് തെരഞ്ഞെടുക്കുമായിരുന്നു. അപ്പൊ അതാണ് ആ വിശ്വാസം, മോസസിന്റെ വിശ്വാസം അതാണ്. ഇനി നമ്മള് ഇതിന് മുമ്പുള്ള വാക്കുകളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, എന്താ പറയുന്നത്, ഏബേലിനെ പറ്റി സംബന്ധിച്ചിടത്തോളം, ഏബേല് തനിക്ക് തന്റെ കൂട്ടത്തിൽ നിന്ന് ബെസ്റ്റിനെ കൊണ്ടുകൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പക്ഷെ കേനെ സംബന്ധിച്ചിടത്തോളം കേൻ അങ്ങനെ ആയിരുന്നില്ല, അല്ലെ? എന്തെങ്കിലും കൈ കിട്ടിയത് കൊടുത്താൽ ദൈവമല്ല ഇത് മതി എന്ന് വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതായിരുന്നു കേന്. പക്ഷെ ഏബേൽ അങ്ങനെയായിരുന്നില്ല, അല്ലെ? എന്താ പറയുക, ഈനോക്ക് ദൈവത്തിന്റെ ഒപ്പം നടന്നു. ആ ലോകത്ത് അന്ന് എന്താ പറയുക, നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നടക്കാൻ സാഹചര്യമുള്ള സിറ്റുവേഷനിൽ പക്ഷെ അങ്ങനെ നടക്കാതെ, അല്ലെ, ദൈവത്തിന്റെ ഒപ്പം നടക്കാൻ താല്പര്യപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണം കണ്ടില്ല. നോവയെ സംബന്ധിച്ചിടത്തോളം അന്നേ വരെ മഴയെന്തെന്നറിയത്തില്ലാതിരുന്ന ആൾക്കാർ, അല്ലെ? നോവയ്ക്ക് പോലും അറിയത്തില്ല മഴയെന്ന് പറഞ്ഞ എന്താ സാധനം എന്നുള്ള കാര്യം പോലും. എന്നാൽ ദൈവം പറഞ്ഞു, ഞാനിത് എന്താ പറയാ, നശിപ്പിക്കാൻ വേണ്ടി ലോകത്തെ, അല്ലെ? അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയാൻ പറഞ്ഞപ്പോ നോവ നോ എന്ന് പറയാതെ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് അത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങി. അപ്പോ ലോകത്തുള്ളവരുടെ മുമ്പിൽ താൻ എന്താ പറയാ, മോശപ്പെട്ടവനാകും, അല്ലെ? എന്താ പറയാ, മോക്ക് ചെയ്യപ്പെടും, കളിയാക്കപ്പെടും, തലയ്ക്ക് വല്ല പ്രശ്നമുള്ളവനാന്ന് പറയപ്പെടും. അതൊന്നും കണക്ക് കൂട്ടാതെ ദൈവം പറഞ്ഞത്, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം നടന്നേ പറ്റത്തുള്ളൂ എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് ഇറങ്ങിയ ഒരു വ്യക്തി. അതുപോലെ തന്നെ എബ്രഹാമും, അല്ലെ? തന്റെ രാജ്യത്ത് നിന്നും തന്റെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പുറപ്പെടാൻ പറഞ്ഞപ്പോ ഇറങ്ങി പുറപ്പെട്ട് തന്റെ മകനെ ബലി കൊടുക്കാൻ പറയുമ്പോൾ അതിനായിട്ട് തുനിഞ്ഞിറങ്ങി. എല്ലാം ഒറ്റ ആഗ്രഹത്തിന് പ്രകാരം മാത്രം, ദൈവത്തിന്റെ വാക്ക് നടപ്പാക്കണം, ദൈവത്തിന്റെ വചനം, ദൈവം പറഞ്ഞ അതുപോലെ തന്നെ നടക്കണം, ദൈവത്തിന്റെ ഹിതം തന്നെ അതുപോലെ നടക്കണം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവരെല്ലാവരും ഈ ആൻസസ്റ്റേഴ്സ്, ഇവര് ദൈവത്തെ പ്രീതിപ്പെടുത്തി എന്ന് പറയുന്ന ആൾക്കാർ, വിശ്വാസം കൊണ്ട് പ്രീതിപ്പെടുത്തി എന്ന് പറയുന്ന ആൾക്കാര്, ഇവർക്ക് ഒരൊറ്റ അജണ്ട ഉണ്ടായിരുന്നു. ഇവര് വിശ്വാസത്തെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന ഒരൊറ്റ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ പ്രീതിപ്പെടുത്തണം,
ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന്റെ ഹിതം നടപ്പാക്കണം. അതായിരുന്നു ഇവരുടെ എല്ലാവരും താല്പര്യം. നമ്മൾക്ക് എന്താ പറയണേ, ആവശ്യങ്ങളുണ്ട്, അവർക്കും അതുപോലെ ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആവശ്യത്തിനായിട്ട് പോയ വ്യക്തികളല്ല. ഹന്നയെ പറ്റി ഓർത്ത് നോക്ക്. സാമുവേലിന്റെ അമ്മ ഹന്നയെ പറ്റി. ഹന്നയ്ക്ക് മക്കളില്ല, പെനീനയ്ക്ക് മക്കളുണ്ട് അല്ലെ. എൽക്കാന് 2 കല്യാണം കഴിച്ചതില് പെനീനയ്ക്ക് മക്കളുണ്ട്, പക്ഷെ ഹന്നയ്ക്ക് മക്കളില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയില് ഹന്ന പക്ഷെ നോക്കിയത് ഇതാ. ഇസ്രായേലിന്റെ അവസ്ഥ, അന്നത്തെ അവസ്ഥ വളരെ എന്താ പറയാ, മഹാമോശപ്പെട്ടതായിട്ടുള്ള അവസ്ഥയാ. ഈലായി ശരിക്കും പറഞ്ഞാൽ ഏലി ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ജഡ്ജായിരിക്കുന്ന സമയത്ത്, ന്യായാധിപനായിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒന്നിനും കൊള്ളാത്ത ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അദ്ദേഹം നേരെ ചൊവ്വയായിരുന്നില്ല. അദ്ദേഹം നേരെ ചൊവ്വ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇസ്രായേലിൽ. അദ്ദേഹത്തിന് 2 മക്കളെ പോലും അദ്ദേഹം നേരെ ചൊവ്വയെ വളർത്തിക്കൊണ്ട് വന്നില്ല അല്ലെ. എത്രയോ മോശപ്പെട്ട കാര്യങ്ങളാണ് ഈലായിന്റെ അല്ലെങ്കിൽ ഏലിയുടെ 2 ആൺമക്കൾ ചെയ്തു കൊണ്ടിരുന്നത്. അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ ഇസ്രായേലിനെ ഭരിക്കേണ്ട ഏലി അല്ലെങ്കിൽ ഈലായി തന്റെ മക്കളെ പോലും നേരെ ചൊവ്വ നടത്തിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അന്നത്തെ അവസ്ഥ വളരെ മോശപ്പെട്ടതായിരുന്നു. അപ്പോ ഹന്ന നോക്കുമ്പോ തനിക്കൊരു കുഞ്ഞിന് വേണം, അതൊരു കാര്യം, അത് വാസ്തവം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആവശ്യമുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വർക്ക് അല്ലെ, ദൈവത്തിന്റെ ഹിതം ഈ ലോകത്തിൽ ഇസ്രായേൽ അന്ന് നടക്കുന്നില്ല. ദൈവത്തിന് എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്നത് അത് നടക്കുന്നില്ല. അപ്പൊ അവൾ നിന്ന് ദൈവത്തിന് വേണ്ടി ഫസ്റ്റ് എനിക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ ഞാൻ ദൈവമേ എനിക്ക് തിരിച്ചു തരൂ അല്ലെ, എനിക്ക് ഒരു കുഞ്ഞു വേണം എന്നുള്ള വാസ്തവം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങയുടെ ഹിതം ഈ രാജ്യത്ത് നടക്കണം അല്ലെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അവളും നോക്കുമ്പോ തനിക്ക് ആവശ്യമുണ്ട്, അത് വാസ്തവം. പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടുവാൻ ഞാൻ അതിനെ എന്റെ ചെറിയങ്കിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ, എന്റെ മകനായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നു, ദൈവത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ദൈവത്തിന് ആവശ്യമുണ്ട്, എന്റെ ആവശ്യത്തെക്കാളും വലിയ ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് മോസസും വിചാരിച്ചത്. ഓക്കെ, എനിക്കിവിടെ നല്ല സുഖമാണ്, ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നല്ല സുഖം അവിടെ, എനിക്കൊരു കഷ്ടപ്പാടുമില്ല, ബാക്കിയുള്ള ഇസ്രായേലിലുള്ള ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ ഒരു കഷ്ടപ്പാടും എനിക്കില്ല, എനിക്കിത് നോക്കിയിരുന്നാൽ മതി എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അതല്ല, ദൈവത്തിന്റെ ഹിതം നടക്കണം അല്ലെ. എബ്രഹാം അത് തന്നെ വിചാരിച്ചു, ദൈവത്തിന്റെ ഹിതം നടക്കണം അല്ലെ. എന്റെ മകനെ സാക്രിഫൈസ് ചെയ്യാൻ ദൈവം പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ ഹിതം അത് നടക്കണം. അപ്പൊ ഇവരുടെ എല്ലാം എന്താ പറയാ, വിശ്വാസം പോയിന്റ് ചെയ്തിരുന്നത് ദൈവത്തിന്റെ ഹിതത്തിലേക്കായിരുന്നു. അങ്ങനെ എന്താ പറയുക, ദൈവത്തിന്റെ ഹിതം നടത്തുന്നതിന് വേണ്ടിയുള്ള വിശ്വാസമായിരുന്നു അവർക്ക്, അവരുടെ ഹിതത്തിന് വേണ്ടിയുള്ള വിശ്വാസം ആയിരുന്നില്ല. അങ്ങനെയുള്ള വിശ്വാസം ആയതുകൊണ്ട് ഇവിടെ 6ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് അവരുടെ എന്താ ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന വിശ്വാസം വേണം അല്ലെ. 2ാമത്തെ വാക്കിൽ പറയുന്നത് എബ്രായന്റെ 11:2 പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസം കാരണം ഇവർക്ക് എൽഡേഴ്സിനെല്ലാം ടെസ്റ്റിമണി ആയി എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഇവർക്ക് സാക്ഷ്യം കിട്ടിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു ഫെയ്ത്ത് കൊണ്ടാണ്. നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഫെയ്ത്ത് അല്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി, ദൈവത്തിനോട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിശ്വാസം അല്ലെ. ആ ഒരു വിശ്വാസം ആയതുകൊണ്ടാണ് ദൈവം ഇവരുടെ വിശ്വാസത്തിൽ പ്രീതിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വിശ്വാസം നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വിശ്വാസം ആണെങ്കിൽ അതും കൂടെ വിശ്വാസം ഇല്ലാത്ത വ്യക്തികളുണ്ട് അല്ലെ പലപ്പോഴും. പക്ഷെ ലോകത്തിന്റെ കാര്യം കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ ദൈവം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ കൃപ, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ നന്മ കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നു. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കും, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല അല്ലെ. പല കാര്യങ്ങളും ദൈവത്തിന്റെ പെർമിസീവ് വില്ലുണ്ട്, പെർമനന്റ് വില്ലുണ്ട് അല്ലെ. ദൈവം അനുവദിച്ചു തരുന്ന കാര്യങ്ങളുള്ളൂ, പക്ഷെ എന്നാൽ ദൈവത്തിന്റെ ശരിക്കുമുള്ളൊരു ഹിതം എന്നുള്ളതുണ്ട് അല്ലെ. അപ്പോ ആദ്യം നമ്മളോട് എന്താ പറയുക, ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറയുമ്പം അതിനായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതാണ് ദൈവത്തിന്റെ ഹിതം എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളാണോ നമ്മൾ ആരെങ്കിലും ഒക്കെ അന്വേഷിക്കുന്നത് അല്ലെ. പിന്നെ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഹിതം തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞ് ദൈവത്തെ ബോധർ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ. പണ്ട് ഇസ്രായേൽ മക്കള് തങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ദൈവത്തെ ബോധർ ചെയ്തുകൊണ്ട് സൗലിനെ അല്ലെ, കിങ് സോളിനെ കിങ്ങായിട്ട് കൊടുത്തതുപോലെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവം പറയുന്നത് അങ്ങനത്തെ ഒരു വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പ്രീതിപ്പെട്ടത് കൊണ്ട് ചെയ്തു തരുമോ എന്നൊന്നും വിചാരിക്കാനും പോകരുത്.
അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം അത് കറക്റ്റ് ആയിട്ടുള്ള വിശ്വാസമായിരിക്കട്ടെ. നേരെ ചൊവ്വയുള്ള ഒരു വിശ്വാസമായിരിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന വിശ്വാസമായിരിക്കട്ടെ. അല്ലെ? നമ്മുടെ ജീവിതം നമ്മുടെ നടപ്പ് പോലെ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന വിശ്വാസമായിരിക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ താല്പര്യങ്ങളും എല്ലാം അങ്ങയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആകട്ടെ കർത്താവേ. അതിനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാൻ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ഒക്കെ ഉള്ള മനസ്സ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. യേശുവേ നന്ദി പിതാവേ. വർഷിപ്പിംഗ് മാസ്റ്റർ, അങ്ങയുടെ ഗ്ലോറിക്കായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ യേശു നാമത്തിൽ. ഇത് കേട്ട നന്ദി ദൈവത്തിന്.